ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പുറകെ പോയി ഒടുവിൽ എല്ലാം നശിച്ച് ജയിലിലാക്കപ്പെട്ട ജോൺ റോബർട്ട് ഹിൽ ജൂനിയർ അവിടെ നിന്നും പുറത്തിറങ്ങിയപ്പോൾ യേശുവിൻ്റെ മകനായി മാറി. ജയിൽ മുറിയിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നാണ് തൻ്റെ പരിവർത്തനത്തിന് പിന്നിലെ കാരണമായി ജോൺ പറയുന്നത്. ഇന്ന് ജോൺ തൻ്റെ 1.3 ദശലക്ഷം ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ പേജിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. തൻ്റെ ഫോളോവേഴ്സിൻ്റെ ഇടയിൽ ഹോളി ഗബ്ബാന എന്നാണ് ഇപ്പോൾ ജോൺ അറിയപ്പെടുന്നത്. തൻ്റെ പരിവർത്തന കഥയെക്കുറിച്ച് ഗോഡ് ബിഹൈൻഡ് ബാർസ് പോഡ്കാസ്റ്റിൽ അദ്ദേഹം കഴിഞ്ഞ ദിനം വെളിപ്പെടുത്തിയിരുന്നു. 27-കാരനായ ജോൺ തൻ്റെ കൗമാരപ്രായത്തിൽ നശീകരണ പ്രവർത്തനങ്ങൾ, മോഷണം എന്നിവ നടത്തി ആ സമയങ്ങളിൽ 5 ദശലക്ഷത്തോളം ഫോളോവേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ നേടിയിരുന്നു. പണമുണ്ടാക്കാൻ ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു ആ സമയങ്ങളിൽ താൻ പ്രവർത്തിച്ചിരുന്നതെന്ന് ജോൺ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. ഇത്തരം അതിക്രമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് അതിൽ നിന്നും ലഭിക്കുന്ന റീച്ചിൽ അഭിമാനം കൊണ്ടിരുന്ന ജോണിൻ്റെ ജീവിതം പെട്ടെന്നായിരുന്നു ഇരുട്ടിലേക്ക് വീണുപോയത്. ക്യാൻസർ ബാധിതനായ രണ്ടാനച്ഛൻ മരണപ്പെട്ടു. താങ്ങാവുന്നതിനപ്പുറത്തേക്ക് വേദനയിലേക്ക് നീങ്ങിയപ്പോൾ ജോൺ മയക്കുമരുന്നിനെ ആശ്രയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെയായിരുന്നു 2018 അദ്ദേഹം ജയിലിലാക്കപ്പെടുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ട ജോഷുവ എന്നയാളാണ് ജോണിൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ജോഷുവ എന്നോട് അവിടെ വെച്ചൊരു ചോദ്യം ചോദിച്ചു. നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ജോൺ വെളിപ്പെടുത്തി. ആ വ്യക്തിയുടെ ചോദ്യത്തിലൂടെ തന്നെ സ്നേഹിക്കുന്ന, തന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജോൺ തിരിച്ചറിഞ്ഞു. ജയിലിലെത്തിയതിന് പിന്നിൽ പോലും ദൈവത്തിൻ്റെ ഇടപെടൽ എന്നാണ് ജോൺ വിശേഷിപ്പിക്കുന്നത്. ഒരു പരിവർത്തനത്തിലേക്ക് എത്താനായി അവിടുന്ന് തന്നെ ഒരുക്കുകയായിരുന്നുവെന്ന് ജോൺ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിനം പരിശുദ്ധാത്മാവുമായുള്ള ഒരു ദിവ്യ കൂടിക്കാഴ്ച ജോണിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ജയിൽ മുറിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവിടുത്തെ ആരാധിക്കുകയും ചെയ്തു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ ഈ സമയം ഒരു ശിശുവിനെ പോലെ മാറുകയായിരുന്നു, ജോൺ ഓർത്തെടുത്തു. ജയിൽ മോചിതനായ ശേഷം യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ജോൺ തീരുമാനമെടുത്തു. ഇന്ന് ജയിലുകളിലും ജുവനൈൽ തടങ്കൽ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും സുവിശേഷം പ്രസംഗിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ.